ഒരു വൈമാനികനാകാൻ കൊതിച്ച് അവിചാരിതമായ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഒടുവിൽ രക്തസാക്ഷിത്വം വരിച്ച ദ ആക്സിഡന്റൽ പൊളിറ്റീഷ്യൻ രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മവാർഷിക ദിനമാണിന്ന്. രാജ്യം ഈ ദിവസം സദ്ഭാവനാ ദിനമായാണ് ആചരിക്കുന്നത്. ആയിരത്തി 1980 താൻ സ്വയം പറപ്പിച്ച വിമാനം അപകടത്തിൽപ്പെട്ട് സഞ്ജയ് ഗാന്ധി മരിച്ചു എന്ന വാർത്ത ഇന്ദിരാഗാന്ധിക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. കോൺഗ്രസും രാജ്യഭരണവും ഇളയ മകന്റെ കൈകളിൽ ഭദ്രമാകുമെന്ന ഇന്ദിരയുടെ സ്വപ്നം തകർന്നു. ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റായിരുന്ന രാജീവ് ഗാന്ധിയുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും അന്ന് രാഷ്ട്രീയമുണ്ടായിരുന്നില്ല. അമേഠിയിലേക്ക് സഞ്ജയുടെ പിൻഗാമിയായി രാജീവ് ഇറങ്ങണം എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം. ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും രാജീവിന് ആ തീരുമാനം തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. ആയിരത്തി 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി തന്റെ അംഗരക്ഷകരിൽ നിന്നും വെടിയേറ്റ് മരിച്ചതോടെ തന്നിൽ അർപ്പിക്കപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്താണെന്ന് രാജീവ് ഗാന്ധി തിരിച്ചറിയുകയായിരുന്നു. രാജീവ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് ഭാര്യ സോണിയാഗാന്ധി എതിരായിരുന്നു. പക്ഷേ കാര്യമുണ്ടായില്ല. അങ്ങനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് രാജീവ് കോൺഗ്രസ് നേതൃത്വത്തിലേക്കെത്തി. 1984 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തി. 414 സീറ്റുകളിലാണ് അന്ന് കോൺഗ്രസ് വിജയിച്ചത്. ഒരു വൻമരം വീഴുമ്പോൾ ഭൂമി ചെറുതായി കുലുങ്ങുമെന്ന സിഖ് വിരുദ്ധ കലാപത്തെക്കുറിച്ചുള്ള രാജീവിന്റെ പ്രസ്താവന വിവാദമായി. ബൊഫോഴ്സ് കോഴ ഇടപാടും ശ്രീലങ്കയിലെ തമിഴ് പുലികൾക്കെതിരെ സമാധാന സൈന്യത്തെ അയച്ചതും ഉൾപ്പെടെ നിരവധി വിവാദ സംഭവങ്ങൾ. ശ്രീലങ്കയിലേക്ക് അയച്ച സമാധാന സൈന്യവും തമിഴ് പുലികളും തമ്മിൽ നടന്ന ശക്തമായ ഏറ്റുമുട്ടൽ LTTE രാജീവിനെതിരാക്കി. 1991 മെയ് 21 ശ്രീപെരുമ്പത്തൂരിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുമ്പോൾ LTTE അംഗം തേൻമൊഴി രാജരത്നം എന്ന ചാവേർ സ്വയം പൊട്ടിത്തെറിച്ച് രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തി. രാജ്യത്തിനു വേണ്ടി തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജീവൻ തന്നെയും നൽകിയ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം രാജ്യം സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24.